ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത്, എൻ്റെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരണം. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ സിസ്റ്ററും ഞാനും അമ്മയും റിച്ചൂസും കുഞ്ഞാവയും ഒക്കെ കൂടിയിട്ട് ഒന്ന് പയ്യന്നൂർ ടൗൺ വരെ പോവുകയാണ്. ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സിസ്റ്ററിൻ്റെ കുഞ്ഞാവക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് നമ്മളിന്ന് പയ്യന്നൂർ വരെ പോവുകയാണ്. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ പോകുന്ന സമയത്തൊക്കെ നമ്മളെല്ലാവരും കൂടിയിട്ട് പയ്യന്നൂരൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഹാപ്പി അല്ലേ, ഇടയ്ക്കൊന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ദൂരേക്കൊന്നല്ല, അടുത്ത വീടിൻ്റെ അടുത്തെങ്കിലും എല്ലാവരും കൂടിയിട്ടൊന്ന് പോകുമ്പം കിട്ടുന്ന ഫീൽ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സന്തോഷം കൂടിയാണല്ലോ. എല്ലാവർക്കും ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ്, വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും, ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾ പോകുന്ന കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണും. അപ്പോൾ ഈ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. അനാമയ ഹോസ്പിറ്റൽ എൻ്റെ തറവാടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എന്താവശ്യത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് അനാമയ ഹോസ്പിറ്റൽ. പ്രത്യേകിച്ച് അവിടെ ഒരു വിഷൻ ഡോക്ടറുണ്ട്. അപ്പോൾ വിഷൻ ഡോക്ടറാണ് എൻ്റെ ഒരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. ഞാൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിഷൻ ഡോക്ടറെയാണ് മിക്കപ്പോഴും കാണിക്കാൻ ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ അത് ഹോസ്പിറ്റൽ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ പോയത് പയ്യന്നൂർ ഫോർക്കേഡിയിലാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടെ പോയി. അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണല്ലേ. ക്രിസ്മസ് അപ്പൂപ്പൻ, സ്റ്റാർ, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, പുൽക്കൂട് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഫോർക്കേഡിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുക്കാമല്ലോ. അപ്പോൾ അമ്മയും കുഞ്ഞാവൊക്കെ ഉണ്ട് ബാക്കിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ.
കുഞ്ഞാവക്കും റിച്ചൂസിനൊക്കെ ക്രിസ്മസ് ഡ്രസ്സ് ഒന്ന് നോക്കിയാണ്. ആ ഒരു ഡേ ക്രിസ്മസ് കുപ്പായും തൊപ്പിയൊക്കെ ഇട്ടിട്ട് കുട്ടികളെ അണിയിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവർക്കും ഒരു ഹാപ്പി തന്നെയായിരിക്കും. അപ്പോൾ കുഞ്ഞാവക്കും റിച്ചൂസിനും കൂടിയിട്ട് ക്രിസ്മസ് കുപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയാണ് നമ്മൾ. അപ്പോൾ കുഞ്ഞാവക്ക് പറ്റിയിട്ടുള്ളൊരു കുഞ്ഞ് ഡ്രസ്സ് ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ, അത് അവിടെ നിന്ന് എടുത്തു. റിച്ചൂസിന് വേറെ കടയിൽ നിന്നും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞാവക്ക് ഒന്ന് എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഒക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോവും വീഡിയോ ഒക്കെ ഞാൻ കുറേ എടുത്തു കേട്ടോ അവിടെ. അതിൻ്റെ 4KDൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ബാഗ് മാൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നമുക്ക് കയറി. അവിടെ ഒരു മനോഹരമായിട്ടുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും അതുപോലെ കുറേ സ്റ്റാറും ക്രിസ്മസ് അപ്പൂപ്പനും ഇങ്ങനെ ബാറ്ററി വെച്ചിട്ട് ആടുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് സ്റ്റാറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു കേട്ടോ. അപ്പോൾ അവർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഫ്രണ്ടിലെ ഡെക്കറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഈ കടയിലേക്ക് കയറണം എന്നുള്ള ആ ഒരു ഫീല് വരും. കാരണം അത്രയും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാഗ് മാളാണ് അവിടെ, പ്രധാനമായിട്ട് ബാഗാണുള്ളത്. പക്ഷേ സ്റ്റാർ ക്രിസ്മസിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റാർ മേടിച്ചു കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് വർക്കാവുന്നുണ്ടോ എന്ന് വെച്ച് നോക്കിയാണ്. അപ്പോൾ അവിടുന്ന് സ്റ്റാറും പിന്നെ ക്രിസ്മസിന് കുഞ്ഞാവൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ക്രിസ്മസ് ട്രീ ഒക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂസിനെയും കുഞ്ഞാവേനൊക്കെ ക്രിസ്മസ് ട്രീൻ്റെ അടുത്തിരുത്തിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിൽ ഞാൻ ഒരു ചെയറൊക്കെ വെച്ച് കൊടുത്ത് ക്രിസ്മസ് ട്രീൻ്റെ അടുത്ത് റിച്ചൂസിനെ അവിടെ ഇരുത്തി കുഞ്ഞാവിനെ അവളുടെ മടിയിൽ വെച്ച് കൊടുത്തോട്ടെ. അപ്പോൾ ജസ്റ്റ് അവിടെ അങ്ങനെ മടിയിലൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു കാഴ്ച. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് പോയതൊരു ഫാൻസിയിലാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. റിച്ചൂസിന് എടുക്കണത്രല്ല. അപ്പോൾ റിച്ചൂസിന് ഇവിടെ നിന്ന് ക്രിസ്മസ് ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ റിച്ചൂസിന് ക്രിസ്മസ് ഡ്രസ്സും അങ്ങനെ കുറച്ച് ഫാൻസി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നാടും റിച്ചൂസിനെ ആ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫീലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതാ തൊപ്പിയും അതാ ഡ്രസ്സും ഒക്കെ അണിഞ്ഞ് ബാഗൊക്കെ ഇട്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ അവൾ ഒരുക്കി കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. കുഞ്ഞു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പയ്യന്നൂർ ടൗണിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ക്രിസ്മസിനൊക്കെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലേക്ക് വരണം. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ, ടാറ്റ, ബൈ, സീ യു, ലവ് യു.